ആദ്യം ആലോചിച്ചോ, നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് മുഴുവൻ പേരും. 1000 പേര് മുൻവശത്തിരിക്കുമ്പോഴും ആ 1000 പേരും നമ്മളെപ്പോലുള്ള ഓരോ ആളാണ്. അവർ നമ്പർ കൂടുന്നതുകൊണ്ട് ഇപ്പം മനോരമ പത്രത്തിൻ്റെ കോപ്പി 1000 കോപ്പി ഇരുന്നാലും ഒരൊറ്റ ന്യൂസേ അതിലുള്ളൂ. ആദ്യത്തെ കോപ്പിയിലുള്ളതല്ലേ ഉള്ളൂ. അതുപോലെ ഈ മനുഷ്യരല്ല. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. അല്ല 1000 പേരിരിക്കുന്നതാണ് കൊണ്ട് എന്തെങ്കിലും കൂടുതൽ സംഭവിക്കുന്നില്ല. ഇത് കട്ട് ചെയ്യണ്ട കേട്ടോ. എനിക്ക് കൂടുതലൊന്നും വിശദീകരണം തരേണ്ട ആവശ്യമേ ഇല്ല. കാരണം നമ്മുടെ ഒപ്പമുള്ളത് മൈത്രേയനാണ്. മൈത്രേയൻ എന്ന ഷോ നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ഷോയിൽ നമ്മൾ ഒരുപാട് സംവാദങ്ങളോ അടിയോ തല്ലോ അങ്ങനെ ഒന്നും കാണാനായിട്ടൊക്കില്ല. മൈത്രേയൻ എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാം. ഒപ്പം തന്നെ നിങ്ങൾക്കും അവസരമുണ്ട് മൈത്രേയനോട് സംസാരിക്കാനായിട്ട്. അത് ഓരോ ലെറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആയിട്ടോ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. അപ്പം എന്തായാലും ഇത് റെക്കോർഡഡ് ആണ്. അപ്പോൾ ഇത് മൈത്രേയൻ്റെ ലൈഫ് നമ്മൾ ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ വെൽക്കം സർ. നമസ്കാരം സർ. ഞാൻ പറഞ്ഞല്ലോ ലെറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ലെറ്ററിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ: To Maitreyan, Namaskaram. I am Gauri from Thrissur, writing to you with a question that has been troubling my mind for a while. What is politics really? Is it just about എന്താണ് power? രാഷ്ട്രീയം? അതാണ് ചോദ്യം. വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്നാണ്. അപ്പോൾ അതാണ് പറയാനായിട്ട് നമ്മളെല്ലാം ശ്രമിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് വ്യത്യാസമുള്ളത്? പഴയ കാലത്തുണ്ടായിരുന്ന അധികാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസോഴ്സസ്, വിഭവങ്ങളുടെ മുകളിൽ ആർക്കാണ് അധികാരം ഉണ്ടായിരുന്നത് ആ ആളുകൾ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹെറാർക്കിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏണിപ്പടി പോലുള്ള സിസ്റ്റമായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. അത് ആ സിസ്റ്റത്തിനനുസരിച്ചിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളിപ്പോൾ നാട്ടിൽ നമ്മൾ പറയുന്ന പോലീസായാലും കോടതിയായാലും നമ്മൾ വില്ലേജ് ഓഫീസ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളായാലും അതിൻ്റെ വില്ലേജ് ഓഫീസിൻ്റെ തട്ടാണ് അങ്ങ് സെക്രട്ടേറിയറ്റ് വരെ പോകുന്നത്. ആ എല്ലാ കാര്യവും തട്ട് 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 മേപ്പോട്ടായിട്ട് സ്ട്രിങ്ങിൽ ഇപ്പോൾ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നിടത്തെത്തും, കളക്ടർ എന്ന് പറയുന്നിടത്തെത്തും. ആ കളക്ടറിൽ കൂടെ ആണ് നമ്മൾ ഗവർണറെ കാണുന്നിടത്ത് എത്തുന്നത്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ DGPയിലെത്തും. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഈ 3-4 സാധനങ്ങൾ കോടതി, ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയല്ല, വെറും മജിസ്ട്രേറ്റ് കോടതിയുണ്ട്, അത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുണ്ട്, ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയുണ്ട്, അത് കഴിഞ്ഞ് ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഈ സകല സാധനവും ഒരു കോർമ്പിലെ കോർക്കുന്നത് പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിലായിരുന്നു രാജാവിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് രാജാവാണ് ഭരിച്ചതെന്ന് മറന്നു പോരുത്. രാജാവ് തന്നെയാണ് ഭരിക്കുന്നത്. അത് ഇന്ത്യയിലെ രാജാവായാലും ശരി, ബ്രിട്ടീഷിലെ രാജാവായാലും രാജാവാണ് ഭരിച്ചിരുന്നത്. അതിനു വേണ്ടി ഒരു കോർമ്പലയിൽ കോർക്കുന്നത് പോലെയാണ് ഈ സിസ്റ്റങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. തട്ട് തട്ട് തട്ടായിട്ടാണ്. അപ്പോൾ താഴെ ഏറ്റവും താഴെയുള്ള ആൾ ആയിരിക്കും യഥാർത്ഥത്തിൽ പണികൾ മുഴുവൻ ചെയ്യും. ആ പണി ചെയ്യുന്നവരെ നോക്കാനായിട്ട് വേറൊരാളെ വയ്ക്കും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് കുഴപ്പമാക്കും, അവർ പറ്റിക്കും എന്ന് പറയുന്നതിനും അവരെ നോക്കാനായിട്ട് വയ്ക്കുന്ന തരത്തിലാണ് ഈ സിസ്റ്റങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും അവസാനം രാജാവിലെത്തും. ഇതാണ് അതിൻ്റെ സിസ്റ്റം ഉണ്ടായിരുന്നത്. ഈ സിസ്റ്റത്തിനകത്ത് രാജാക്കന്മാരുടെ ഭരണം എന്ന് പറയുന്നത് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. 2 കൃഷിക്കാർ ഒരാൾ ഉണ്ടാക്കുന്ന സാധനം മറ്റൊരാൾക്ക് കൊടുക്കണം. ആ കൊടുക്കുന്ന സമയത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി തരണം എന്ന് പറയുന്ന ആദ്യത്തെ ഗുണ്ടയാണ് നമ്മൾ ഈ പറയുന്ന രാജാക്കന്മാരെന്നത്. ഒരു പ്രദേശത്ത് കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് അവരിങ്ങനെ കലിങ്കയിലൊക്കെ ഇരിക്കും. നീ കൊണ്ടുവന്ന് എന്താണ്? വഴുതനങ്ങ കൊണ്ടുവന്ന്. അവിടെ മറ്റവന് കൊടുക്കാൻ പോയില്ലേ? ഇവിടെ 2 എണ്ണം വെച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞ് ഉണ്ടാക്കിയ വിഭവ സമാഹരണം എന്ന് പറയുന്ന സാധനമാണ് ഉണ്ടായത്. ഉണ്ടാക്കിയതായിരുന്നു ഈ ബലം ഉണ്ടാക്കി സംഘമായിട്ടിരിക്കുന്ന ആൾക്കാർ. ആ സംഘമായിട്ടിരുന്നിട്ട് വാങ്ങി പിടിച്ച്, നമ്മളിപ്പം നോക്കുകൂലിയെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ ആദ്യകാലത്തെ ഏറ്റവും വലിയ നോക്കുകൂലിയാണ് ഈ ഗുണ്ട. ഒരു പ്രദേശത്ത് ഇവിടെ എന്ത് നടന്നാലും അതിൻ്റെ പങ്ക് എനിക്ക് തരണം. അപ്പം എനിക്ക് പോൾസിന് ഇന്നൊരു സാധനം വാങ്ങണം, പക്ഷേ നോക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് തന്നിട്ടേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ.
വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും ഒരു ചെറിയ ഷെയർ കൊടുക്കണം. അതിന്റെ ഷെയർ കൊടുക്കണം. അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇന്നത്തെ ഭരണം എന്ന് പറയുന്നത്. ഭരണം എന്ന് നമ്മൾ അത് രാജാക്കന്മാരായി പിന്നീട് ജനാധിപത്യമായി കഴിഞ്ഞാലും ടാക്സ് പിരിക്കുക എന്നുള്ളതാണ്. ആ ജനാധിപത്യത്തിലേക്ക് നമ്മൾ വരട്ടെ. അല്ല ഞാൻ പറയുന്നത് ഭരണത്തിന്റെ ഈ സംഘം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചുങ്കത്തറകളാണ്. നമ്മളിപ്പോൾ ഇപ്പോഴും നോക്കിയാൽ മതി, ഈ നാട്ടിലെല്ലാ സ്ഥലങ്ങളിലും ചുങ്കം എന്ന് പറയുന്ന പേരുള്ള സ്ഥലം ഇഷ്ടം പോലെ കാണും. അവിടെ അതിന് ചുങ്കത്തറ എന്നാണ് പറയുന്നത്. അവിടെ പോയി നമ്മൾ അതുവഴി പോവുകയാണെങ്കിൽ ചുമടെടുത്ത് ഒരാൾ പോകുമ്പോൾ അയാൾ ചന്തയിലോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ ചുങ്കം ഇവിടെ കൊടുത്തിട്ടേ പോകാനൊക്കെ. പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഏത് കാര്യം, ഏത് ട്രാൻസാക്ഷനകത്തും അതിൻ്റെ ഒരു പങ്ക് ഈ തറയിൽ കൊടുത്താൽ അത് രാജാവിലെത്തും. ഇത് പിന്നെ സിസ്റ്റമായിട്ട് മാറുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ചുങ്കം പിരിക്കുന്നത് ശരിക്ക് പിരിക്കുന്നുണ്ടോ, അതോ ഈ പിരിക്കാനിരിക്കുന്നവൻ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഇതിൻ്റെ വില കുറച്ച് കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേറൊരാളെ വെച്ച് സൂപ്പർവൈസർ. അങ്ങനെയാണ് സൂപ്പർവൈസർ ഉണ്ടായി. അപ്പോൾ ആ സൂപ്പർവൈസർക്ക് ഇവരും കൂടെ ചേർന്നിട്ട് തട്ടിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ കളക്ടർ, ഇങ്ങനെയുള്ള ഈ സിസ്റ്റം നേപ്പോട്ട് വളർന്ന് വലുതായി ഉണ്ടായത് അങ്ങനെയാണ്. ഇത് ഓരോ മേഖലയ്ക്കകത്ത്. അപ്പോൾ രണ്ട് ലോകത്ത് ആരെങ്കിലും അധ്വാനിച്ചവരുണ്ടാക്കിയ സാധനമേ ലോകത്തുള്ളൂ. പക്ഷേ ഈ മുകളിലിരിക്കുന്ന ഇതെല്ലാം പരിശോധിക്കുന്നവരെന്ന് പറയുന്നവരാണ് ഇതെല്ലാം നടത്തുന്നതെന്ന് അവസാനം ഇന്നിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ രാജ്യം നടത്തുന്നത് ഈ ഇവരിത്രയും പേര് ചേർന്നാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെയാണ് അതിൻ്റെ സ്ഥലം. അല്ലാതെ ഈ ജോലി ചെയ്യുന്നവരുണ്ടാക്കുന്നതാണ് എല്ലാവരും നിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകും. അപ്പോൾ ജോലി ചെയ്യുന്നവർ ഇവർ പറയുന്നതുകൊണ്ടാണ് ജോലി ചെയ്യുന്നതെന്നായി. ഭൂമി മുഴുവനും രാജാവിൻ്റെ. കാരണം ബലമുള്ളത് ഇവിടെ ഈ പ്രദേശം എത്രത്തോളമാണ്. ആദ്യം റോഡിൻ്റെ സൈഡിലിരുന്ന് തുടങ്ങിയ പാർട്ടികളാണ്. അത് കഴിഞ്ഞിട്ട് അവർ ചുറ്റുപാട് കുറച്ചുകൂടെ ബലമുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ കണ്ണെത്താവുന്ന ദൂരുന്ന സ്ഥലം വരെ എന്നെ ഏൽപ്പിക്കണമെന്നായി. അത് കഴിഞ്ഞിട്ടോ ഇതുപോലുള്ള വിദ്യ ഒരു സ്ഥലത്ത് ആരംഭിച്ചപ്പോൾ തന്നെ മറ്റുള്ള ആൾക്കാർ ഇത് കണ്ടുപിടിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള സംഘങ്ങളുണ്ടായതാണ് കൊച്ചു 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 രാജ്യങ്ങളുണ്ടായത്. ആ കൊച്ചു രാജ്യങ്ങളിനകത്ത് കൂട്ടത്തിൽ ബലമുള്ള ആൾക്കാർ മറ്റു രാജ്യങ്ങളെ പിടിച്ചതാണ് പിന്നെ സാമ്രാജ്യങ്ങളായിട്ട് മാറുന്ന മെക്കാനിസങ്ങൾ മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ അധികാരം എന്ന് പറയുന്നത്, ബലം എന്ന് പറയുന്നത് റിസോഴ്സസിൻ്റെ മുകളിൽ, വിഭവങ്ങളുടെ മുകളിൽ ആധിപത്യം ഉണ്ടാകുക എന്ന് പറയുന്ന മെക്കാനിസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ മുഴുവൻ നമ്മളിങ്ങനെ കാണുന്ന ഇവിടെ ആരാണ്ടോ ഇവരെല്ലാവരും ചേർന്നുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. ഇത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ മനസ്സിലാക്കി കൊട്ടാരം ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് ഈ ആൾക്കാരുടെ ഇന്ന് ഈ പണം മുഴുവൻ വാങ്ങിയിട്ട് ധൂർത്ത് ചെയ്യുന്നത്. രാജാവ് ചെയ്യുമ്പോൾ ധൂർത്തല്ല, രാജ്യത്തിന് വേണ്ടി അല്ല, രാജാവിന്റെ സുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും പണിയെടുക്കുന്നത്. രാജാവിനെ നിലനിർത്തുക, പരിപോഷിപ്പിക്കുന്നത് രാജാവിന്റെ പ്രജയും രാജാവിന്റെ ആൾക്കാരായിട്ട് മാത്രമാണ്. അപ്പം എന്ത് രാജാവ് തീരുമാനിച്ചാലും അത് ശരിയാണ്. അവിടെയാണ് ഈ തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. രാജാവിനെല്ലാം അറിയാം, രാജാവിനെ അറിയുള്ളൂ. രാജാവിന് അപ്പൊ രാജാവിന്റെ ഉദ്ദേശങ്ങളെ, മനുഷ്യരെ എല്ലാം സംരക്ഷിക്കുന്നതാണ്. വേറെ അവര് അവസാനം പിന്നെ പഠിപ്പിക്കുന്നതാണ് വേറെ രാജാക്കന്മാരിൽ നിന്ന് രക്ഷിക്കാനാണ് ഞങ്ങളെ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള നിലവാരത്തിലായിരുന്നു പിന്നെ പറയുന്നത്. അപ്പം ആക്രമണകാരികളായ ആൾക്കാരുണ്ടായി. ഈ സംഭവത്തിനകത്ത് ആക്രമണകാരികളായ ആൾക്കാർ വേറെ രാജ്യങ്ങളിൽ നിന്ന് വരും. അവരെ തടയാൻ വേണ്ടിയാണ് ഞാനിരിക്കുന്നത്. അങ്ങനെ സംരക്ഷകനായിരിക്കുക എന്ന് പറയുന്ന ആശയങ്ങൾ മുഴുവൻ രൂപപ്പെടുന്നത് അങ്ങനെയാണ് അവർക്ക് പ്രസക്തി ഉണ്ടാക്കി വരണേ. ഇവരില്ലാതെ ഞാനില്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ഇവരെ ഉപയോഗിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന പാർട്ടി പിന്നെ മനുഷ്യർക്ക് മനസ്സിലാകുന്നത് ഈ രാജാവില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് വരുന്നിടത്തായി. അതിനകത്താണ് കഥയ്ക്കകത്തൂടെയും കവിതയ്ക്കകത്തൂടെയും. അപ്പോൾ രാജാവിൻ്റെ കിങ്കരന്മാരെ പോലെ തന്നെയാണ് കവിതാ കിങ്കരന്മാരെല്ലാം ഉണ്ടായി. കൊട്ടാരം വിദൂഷകന്മാരുണ്ടായി, കൊട്ടാരം സാഹിത്യകാരന്മാരായി. ഇവർ മുഴുവൻ ചെയ്യുന്നത് ഈ രാജാവില്ലാതെ എങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ബോധ്യമാക്കിക്കൊണ്ട്. ഇത് ആ ബോധ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇന്ന് കാണുന്ന ലോകത്ത് കാണുന്ന എല്ലാ പുണ്യപുരാണങ്ങളെന്ന് പറയുന്നത് ഈ പുണ്യം എന്നൊക്കെ ഉള്ള വാക്കൊക്കെ ഉപയോഗിക്കുന്നതിനാണ്. രാജാവിന്റെ പ്രസക്തി പരമാവധി ഭയങ്കര സംഭവമാണ്. അപ്പൊ ഈ കഥയ്ക്കകത്ത് മുഴുവനും രാജാവ് കനിഞ്ഞാൽ നമ്മുടെ ജീവിതം നേരെയാകും എന്നുള്ള സംശയരഹിതമായ ആൾക്കാർക്ക് അറിയാവുന്ന. രാജാവില്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും. അതുകൊണ്ട് മറ്റ് രാജാക്കന്മാർ വന്നാൽ നമ്മളെ കൊള്ളയടിക്കുന്നത്. രാജാക്കന്മാർ പരസ്പരം കൊള്ളയടിക്കത്തേ ഉള്ളൂ, അല്ലാതെ ഈ ആളുകളൊന്നും ആരും ഒന്നും ചെയ്യത്തില്ല. കാരണം ഇവരില്ലാതെ ആർക്കും ജീവിക്കാനൊക്കത്തില്ല. യഥാർത്ഥത്തിൽ സ്വത്തും സകല സാധനം ഉണ്ടാക്കുന്നത് ഈ വീട്ടിനകത്ത് നാട്ടിനകത്ത് അവർ ജീവിക്കാൻ വേണ്ടി. ഞാൻ തോടുണ്ടോ, ആ തോട്ടിൽ നിന്ന് മീനെ പിടിക്കുന്നവരുണ്ടാവും. ഒരു മാർഷ് പോലെ കിടക്കുന്ന സ്ഥലം അടിച്ച് വൃത്തിയാക്കി അവിടെ ചെടിയൊക്കെ നട്ട് കഴിയുമ്പോൾ അത് പാടമാകും.
അത് കരയ്ക്ക് മണ്ണുള്ള സ്ഥലങ്ങളിലെല്ലാം ചെടികൾ നട്ട് കൃഷി ചെയ്യുന്നവരാണ്, അവരാണ് യഥാർത്ഥത്തിലെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് മുഴുവനും ചെയ്യുന്നത് രാജാവിൻ്റെ സ്ഥലത്താണെന്നുള്ളത് വരുത്തി, അതാണ് വന്നത്. അങ്ങനെയാണ് ഭൂപാലകൻ എന്നാണ് രാജാവിനെ അറിയപ്പെടുന്നത്. രാജ്യം ഇത് അദ്ദേഹത്തിൻ്റെതാണ്. ഈ കാണുന്ന അപ്പം കണ്ണെത്താത്ത ദൂരത്തിനകത്ത് ഉള്ള സ്ഥലം മുഴുവനും ഇദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിന് എവിടുന്ന് കിട്ടി? അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊടുത്തതായിട്ടാണ് കഥ. ഇങ്ങനെയാണ് വംശം പറഞ്ഞ് എന്നിട്ട് ഇതിന് മുഴുവൻ ലെജിറ്റിമേഷൻ ഉണ്ടാകുന്ന നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ രാജവംശം എന്ന് പറയുന്ന സാധനമൊക്കെ ആദ്യകാലത്തൊക്കെ കൂട്ടത്തിൽ തടിമെടുക്കുള്ളവനൊക്കെ ആയിരുന്നു ഈ രാജാവായത്. അവർ പിന്നെ കണ്ടുപിടിച്ച് അവരുടെ മക്കൾക്ക് ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രാജവംശം വന്നെങ്കിൽ ശരിയാകത്തുള്ളൂ. അങ്ങനെ വംശം എന്ന് പറയുന്ന ആശയം വരുന്നത് രക്തബന്ധത്തിലുള്ള രാജാവിൻ്റെ രക്തബന്ധത്തിലുള്ളവർ, ഇവരെ രാജാവിന് മക്കളില്ലെന്ന് വെച്ചു. അപ്പോൾ രാജാവിൻ്റെ പെങ്ങളുടെ മക്കളുണ്ടോയെന്ന് നോക്കും. പെങ്ങൾക്ക് അവിടെ മക്കളില്ല എന്നുണ്ടെങ്കിൽ മറ്റേ അമ്മാവൻ്റെ ബന്ധുക്കളുണ്ടെന്ന്. ഇങ്ങനെ രക്തബന്ധം കൊണ്ടുണ്ടാക്കിയ വംശാവലി ഉണ്ടാക്കിയിട്ട് ഇതിന് ന്യായം പറയുന്നതിന് വേണ്ടിയാണ് കഥകൾ മുഴുവൻ പിന്നെ എഴുതുന്നത്. രാജാവ് എവിടുന്ന് വന്നു എന്നുള്ള രാജവംശം വന്നത് എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എന്ത് ദൈവം ഉണ്ടായാലും ആ ദൈവമാണ്. ആദ്യമൊക്കെ ദൈവം അവതരിച്ചായിരുന്നു രാജാവ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ശ്രീരാമനൊക്കെ അവതരിക്കുന്നത്, കൃഷ്ണനൊക്കെ അവതരിക്കുന്നത് അങ്ങനെയാണ്, അവതാരമാണ് അല്ലെങ്കിൽ അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ അച്ഛനൊക്കെ ദൈവം തന്നെ ആയി നേരിട്ട് കുഞ്ഞിനെ ഉണ്ടാക്കുന്നതായിട്ടാണ് കഥ പറയുന്നത്. അങ്ങനെ ഈ ദൈവവുമായി കണക്ട് ചെയ്യുമ്പം ദൈവം നിശ്ചയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഴഞ്ഞില്ലേ, പിന്നെ അതിനപ്പുറത്തോട്ടൊരു വലിയൊരു കാര്യമില്ലല്ലോ. അപ്പം സകല ലോകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത് ദൈവം കഴിഞ്ഞാൽ രാജാവ് കഴിഞ്ഞാൽ ഗുരുക്കന്മാർ. കാരണം അവരാണ് ഈ കഥകളെല്ലാം ഉണ്ടാക്കുന്നവർ. ഗുരുക്കന്മാർ തന്നെയായിരിക്കും പുരോഹിതന്മാരും ആകുന്നത്. എന്ന് ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് പറഞ്ഞാൽ മതി, എല്ലാം ചെയ്തു തരാമെന്ന് പറയുന്ന സാധനം എല്ലാം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നവർക്ക് ഒരു പ്രദേശത്തെ നോക്കാനായിട്ട് ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ട്, പ്രഭുക്കന്മാർ എന്ന് നമ്മൾ പിൽക്കാലത്ത് നമ്മൾ കാണുന്നത്. കൊച്ചു രാജാക്കന്മാരായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പം കൊച്ചിയിലെടുക്കുകയാണെങ്കിൽ കൊച്ചിയിൽ തന്നെ ഒരു 4-5 കൊച്ചു രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളൊക്കെ ഇവിടെ കാണും. പ്രധാന രാജാവല്ല. അപ്പം ഏറ്റവും വലിയ രാജാവിന് കുറച്ച് ബന്ധുക്കളായിരിക്കുന്നവരെല്ലാം ചെറിയ ചെറിയ രാജാക്കന്മാരായിട്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കി വന്നാണ് ഈ സകല ആളുകളെയും നിയന്ത്രിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി ന്യായങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന വേദം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ഇത് ദൈവം പറഞ്ഞിട്ടാണ് ഈ നിയമമൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് 10 കൽപ്പനയൊക്കെ ഉണ്ടാകുന്നത്. ഇതുപോലെ കോഡ് ഓഫ് കോണ്ടക്റ്റ്, എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം. അപ്പോൾ പല തരത്തിലുള്ള കൊച്ചു രാജാക്കന്മാർ പറയുന്നതിനെല്ലാം ന്യായങ്ങൾ പറയുന്നിടത്തു നിന്ന് മാറി ഒരൊറ്റ ഒരെണ്ണം സിസ്റ്റമാക്കി എടുക്കുക എന്ന് പറയുന്നതാണ്. അപ്പോഴാണ് ചാണക്യ സൂത്രമൊക്കെ നമ്മളെ ഉണ്ടാകുന്നത്, ചൈനയിലെ കൺഫ്യൂഷ്യസ് ഉണ്ടാകുന്നത്, ഇംഗ്ലണ്ടിലെ മാക്കിവെലി ഉണ്ടാകുന്നത്. ഇങ്ങനെ ധാരാളം സ്ഥലത്ത് ഈ സിസ്റ്റം എങ്ങനെയാണ് കൃത്യമായിട്ട് ഭരണം കൊണ്ട്, അപ്പോൾ ഭരണം കൊണ്ടാണ് രാജ്യം നടക്കുന്നത്. അല്ലാതെ ആളുകൾ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് രാജ്യം നടക്കുന്നതെന്നല്ല, ഭരണം നന്നായിട്ട് നടക്കുന്നുകൊണ്ടാണ് എല്ലാം നടക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയുള്ള എത്തിക്സും മൊറാലിറ്റിയും ഇതെല്ലാം പഠിപ്പിക്കും, എങ്ങനെ നിങ്ങൾ ജീവിക്കണം. അപ്പോൾ രാജാവിനോട് മനുഷ്യർ എന്തായിരിക്കണം? കൂറുള്ളവനായിരിക്കണം. അതാണ് ആദ്യം അവർ പഠിപ്പിക്കുന്നത്, ലോയൽറ്റി. ഇംഗ്ലീഷിൽ ലോയൽറ്റി എന്ന് പറയും. കൂറാണ്. മനുഷ്യർക്ക് സ്വാഭാവികമായൊരു കൂറുണ്ട്, അത് അവരുടെ ഗോത്രത്തിനോടാണ്, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും തോന്നുന്ന ഒരു കാര്യമാണ് കൂറെന്ന് പറഞ്ഞ സാധനം. അത് പഠിപ്പിച്ച് ഈ ഗോത്രത്തിനോടുള്ള കൂറ് മാറ്റി രാജാവിലേക്ക് മാറ്റുക എന്ന് പറയുന്ന പണിയാണ് ഈ സകല തത്വശാസ്ത്രങ്ങളിനകത്തൂടെയും ഈ വേദങ്ങളിനകത്തൂടെയും നമ്മളോട് പഠിപ്പിക്കുക.